ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഉഷ രഘുനന്ദനൻ. ഈ കഴിഞ്ഞ +2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 17ാമത്തെ ചോദ്യമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഷ്യൂർ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാൻ. അപ്പൊ അവിടെ കൺസിഡർ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അതില് ഫസ്റ്റ് പറയുന്നത് റൈറ്റ് ദ മെട്രിക്സ് ഫോം AX ഈക്വൽ ടു B. AX ഈക്വൽ ടു B എന്ന ഫോമില് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നോക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? A മെട്രിക്സ് എഴുതണം. A മെട്രിക്സ് എഴുതുക എങ്ങനെയാണ്? A മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻസ് ഓഫ് X, Y, Z ആണ്. Xന്റെ കോയിഫിഷ്യന്റ് 1, Yന്റെ കോയിഫിഷ്യന്റ് ഇവിടെ നോക്കി നോക്കൂ. ഫസ്റ്റ് ഇക്വേഷനിൽ Xന്റെ കോയിഫിഷ്യന്റ് 1, Yന്റെ -1, Z-ന്റെ 2. So -1, 2. സെക്കൻഡ് ഇക്വേഷനിൽ X ഇല്ല, so 0. Y-ന്റെ 2, Z-ന്റെ എന്താണ് -3. ഇവിടെ 3, -2, 4. അപ്പൊ A നമ്മൾ അവിടെ എഴുതി. ഇനി X എങ്ങനെ എഴുതുക? X എഴുതണമെങ്കിൽ എത്ര വേരിയബിൾസ് ഉണ്ട്? 3 വേരിയബിൾസ് അല്ലേ? X, Y, Z 3 വേരിയബിൾസ്. ഇനി B മെട്രിക്സ് റൈറ്റ് ഹാൻഡ് സൈഡിന്റെ കോൺസ്റ്റന്റ്സ് ആണ് നോക്കുക. റൈറ്റ് ഹാൻഡ് സൈഡ്സിന്റെ കോൺസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ 1, 1, 2. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടി. ഈ നെക്സ്റ്റ് ഇവിടെ പറയുന്നത് എന്താണ്? ഫൈൻഡ് A ഇൻവേഴ്സ്. എന്റെ ഇൻവേഴ്സ് വേണം എന്ന് വെച്ചാൽ ഈ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണും. പക്ഷെ നമുക്കറിയാം ഇൻവേഴ്സ് കാണണമെങ്കിൽ അതൊരു എന്തായിരിക്കണം? നോൺ സിംഗുലർ മെട്രിക്സ് ആവണം അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടെത്തണം. 3/3 ആണ് നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. 3/3 1 into 8 minus 6 plus 1 into 0 plus 9 plus 2 into 0 minus 6. ഇതിന്റെ വാല്യൂ എത്രയാണ് നോക്കുക? plus 9 minus 12. അപ്പൊ 11 minus 12 equal to -1. -1 എന്തായാലും is not equal to 0. So the given determinant is എന്താണ്? നോൺ സിംഗുലർ. ഇപ്പൊ നോൺ സിംഗുലർ ആണെങ്കിൽ നമുക്കറിയാം എന്തായാലും അതിന്റെ ഇൻവേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഈ ഇൻവേഴ്സ് കാണാൻ നമുക്ക് അറിയാലോ. A ഇൻവേഴ്സ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അഡ്ജോയിന്റ് ഓഫ് A ഫൈൻഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് A. ഈ ഡിറ്റർമിനന്റ് ഓഫ് A ന്റെ വാല്യൂ ഓൾറെഡി നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ അവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്? അഡ്ജോയിന്റ് ഓഫ് A കാണണം. അഡ്ജോയിന്റ് ഓഫ് A കാണണമെങ്കിൽ മൈനർ ഫാക്ടർ കാണാം, മൈനർ ഫാക്ടറിന്റെ കോ ഫാക്ടർ കാണാം, കോ ഫാക്ടറിന്റെ എന്താണ്? ട്രാൻസ്പോസ് എഴുതാം. അപ്പോ മൈനർ ഫാക്ടർ കാണാതെ തന്നെ നമുക്ക് കോ ഫാക്ടർ കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ നമുക്ക് കിട്ടിയ മെട്രിക്സ് ഇതാണ്. കോ ഫാക്ടർ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. മൈനർ ഫാക്ടർ തന്നെയാണ് കോ ഫാക്ടർ, പക്ഷെ ഒരു ഡിഫറൻസ് ഉള്ളൂ. എന്താണ്? ഇപ്പൊ ഇവിടെ നോക്കൂ, 1 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 1 1 1 + 1 ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആവുമ്പോഴൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക? സെയിം മൈനർ ഫാക്ടറിന്റെ സെയിം വരിക. അതേപോലെ തന്നെ ഓഡ് നമ്പർ ആണ്. A1 2 ആവുമ്പോ എന്ത് കൊടുക്കുക? 1 2 ഓഡ് നമ്പർ ആണ്. അപ്പോ ഫോർ എക്സാമ്പിൾ -2 ആണ് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് +2 ആക്കുക. ഓക്കെ, ബാക്കിയെല്ലാം സെയിം തന്നെ കിട്ടുക. ഇപ്പൊ A11ന്റെ നമുക്ക് കോ ഫാക്ടർ കണ്ടുപിടിക്കാം. 8 - 6 അപ്പൊ 2 ആണ്. അതിൽ വ്യത്യാസം വരില്ല, ബിക്കോസ് 1 + 1 ഈവൻ നമ്പർ ആണ്. ഇനി A12 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 + 9 ആണ്. 0 + 9. അപ്പൊ ഇവിടെ +9 അല്ല, നമ്മൾ -9 എഴുതും. ബിക്കോസ് 1 + 2 എന്താണ്? 3 ഓഡ് നമ്പർ ആണ്. ഈ നെക്സ്റ്റ് A13 എന്തായിരിക്കും? 0 - 6 അല്ലെ? അപ്പോ ഈവൻ നമ്പർ ആയതുകൊണ്ട് -6 തന്നെ കിട്ടും. ഇനി A21 സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, അപ്പൊ -4 + 4 എന്ത് കിട്ടും? 0. 0ന് പിന്നെ നമുക്ക് വാല്യൂ ഒന്നും കൊടുക്കാനില്ല. ഇനി A22 എന്ത് വരും? 4 - 6 ഈവൻ നമ്പർ ആണ്, സോ -2 തന്നെ. A23 എന്ത് വരും? -2 + 3. -2 + 3 എന്ന് പറഞ്ഞാൽ +1 ആണ്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് എഴുതും? -1 എഴുതും, ബിക്കോസ് 2 + 3 5 ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് A31 ആണ്. തേർഡ് റോ ഫസ്റ്റ് കോളം A31 3 - 4 ഈവൻ നമ്പർ ആണ്, സോ -1 തന്നെ. A32 ആവുമ്പോ 3 വെറും -3 ആവുമ്പോ ഓഡ് നമ്പർ ആയതുകൊണ്ട് അത് +3 ആയി. A33 ആവുമ്പോ ഈവൻ നമ്പർ ആണ്, സോ നമുക്ക് എന്ത് കിട്ടും? 2 തന്നെ കിട്ടും. ഓക്കെ, അപ്പോ നമുക്ക് ഇതിനെ അഡ്ജോയിന്റ് ഓഫ് A കിട്ടിയത് നമുക്ക് ഇവിടെ ഒന്ന് എഴുതാം. 2 -9 -6 അതേപോലെ തന്നെ 0
-2, -1, -1, 3, 2. ഇങ്ങനെയാണ് നമുക്ക് adjoint of A കിട്ടിയത്. ഇനി ഈ adjoint of A-നെ കോഫാക്ടർ, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് കോഫാക്ടർ ആണല്ലോ, കോഫാക്ടർ ആണ് ഇപ്പോൾ AIJ, കോഫാക്ടർ ആണ് നമുക്ക് ഇത് കിട്ടിയത്. ഇനി ഇതിന്റെ നമുക്ക് adjoint എഴുതാം. adjoint of A എന്ന് പറയുന്നത് കോഫാക്ടറിന്റെ എന്താണ്, ട്രാൻസ്പോസ് ആണ്. ട്രാൻസ്പോസ് നമ്മൾ എങ്ങനെ കാണുക, ഇന്റർചേഞ്ച് ഓഫ് റോസ് ആൻഡ് കോളംസ്. അപ്പോ ഈ റോ എന്തായും കോളം ആയി മാറും, കോളം എന്തായി മാറും, റോ ആയി മാറും. 0, -2, -1, -1, 3, 2. ഇതാണ് നമ്മളുടെ എന്ത്, adjoint. ഇനി ഇൻവേഴ്സ് കാണാൻ നമുക്കറിയാം. ഇൻവേഴ്സ് എന്താണ്, A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ adjointനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഡിറ്റർമിനന്റ് ഓഫ് A കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ A ഇൻവേഴ്സ് ഇവിടെ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു മെട്രിക്സിന് നമ്മൾ -1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. -1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എളുപ്പമാണല്ലോ, കാരണം നെഗറ്റീവ് ഉള്ള വാല്യൂ ഒക്കെ എന്താവും, പോസിറ്റീവ് ആവും, പോസിറ്റീവ് ഉള്ള വാല്യൂ ഒക്കെ നെഗറ്റീവ് ആവും. സോ എളുപ്പമാണ്, നമുക്ക് എന്ത് എഴുതാം, -2, 0, +1 എഴുതാം, 9, 2, -3 എഴുതാം, 6, 1, -2 എഴുതാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത്, A ഇൻവേഴ്സ് കിട്ടി. ഇപ്പൊ നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഫൈൻഡ് A ഇൻവേഴ്സ്. അപ്പോ 2 ആണ്. അപ്പൊ ഇതാണ് നമ്മളുടെ A ഇൻവേഴ്സ്. അപ്പൊ A ഇൻവേഴ്സ് നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇവിടെ പറയുന്നത് സോൾവ് ദ സിസ്റ്റം ബൈ മെട്രിക്സ് മെത്തേഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് നമുക്ക് മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യണം. അപ്പോ സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഏത് ഫോമിൽ എഴുതണം, x ഈക്വൽ ടു അല്ലെ, AX ഈക്വൽ ടു B ആണ്. അപ്പോ x എന്ന് പറയുന്നത് A ഇൻവേഴ്സ് B ആണ്. അപ്പൊ ആ A ഇൻവേഴ്സ് നമുക്ക് ഇവിടെ എടുത്ത് എഴുതണം. നമുക്ക് കിട്ടിയ A ഇൻവേഴ്സ് എന്താണ്, ഇപ്പൊ A ഇൻവേഴ്സ് -2, 0, 1, -2, 0, 1. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ 9, 2, -3, 9, 2, -3. തേർഡ് റോ കിട്ടിയത് 6, 1, -2. 6, 1, -2. ഇനി മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ AX ഈക്വൽ ടു B, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ AX ഈക്വൽ ടു B ആണ്. സോ X എന്ന് പറഞ്ഞാൽ നമുക്ക് X ആണല്ലോ കാണണം, X, Y, Z കാണണം. സോ A ഇൻവേഴ്സ് ഇൻറ്റു B ഈ ഫോമിൽ എഴുതണം. അപ്പൊ A ഇൻവേഴ്സ്, അപ്പൊ നമുക്ക് X കാണണമെങ്കിൽ A ഇൻവേഴ്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, B എന്ന് പറഞ്ഞ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുക, X, Y, Z. നമ്മളുടെ X എന്താണ്, XYZ ആണ് അല്ലെ. X ഈക്വൽ ടു A ഇൻവേഴ്സിനെ B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. A ഇൻവേഴ്സ് കിട്ടിയത് ഇതാണ്. നമ്മളുടെ B എന്തായിരുന്നു, 1, 1, 2 ആണ് അല്ലെ. അപ്പൊ അത് നമ്മൾ വാല്യൂ ഇവിടെ കൊടുക്കണം, 1, 1, 2, 1, 1, 2 എന്ന് കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം, ഇത് രണ്ട് മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെയും വൈന്റെയും വാല്യൂ കിട്ടും, X, Y, Z ന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഫസ്റ്റ് റോ, ഫസ്റ്റ് കോളം, നമുക്ക് ഒരു കോളം ഇത് ചെയ്യാമല്ലോ. അപ്പൊ -2 + 0 + 2. നെക്സ്റ്റ് 9 + 2 - 6. ഇവിടെ 6 + 1 - 4. അപ്പൊ എന്തൊക്കെ കിട്ടി നമുക്ക്, 0 കിട്ടി, 11 - 6 5 കിട്ടി, 7 - 4 3 കിട്ടി. അപ്പൊ നമ്മുടെ എക്സിന്റെ വാല്യൂ എത്രയാണ്, എക്സിന്റെ വാല്യൂ 0, വൈന്റെ വാല്യൂ 5, സെഡിന്റെ വാല്യൂ എന്താണ്, 3 എന്ന് കിട്ടും. X, Y, Z ന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഈ ടൈപ്പ് ചോദ്യം എന്തായാലും ചെയ്ത് പഠിക്കുക, ഷുവർ ആയിട്ടും വരുന്ന ഒരു ചോദ്യമാണ്. നോക്കി നോക്കൂ, ഇത് എത്ര മാർക്കിന്റെ ചോദ്യമാണ്. ഇപ്പൊ 2 മാർക്ക്, 3 മാർക്ക്, 2 മാർക്ക്, 1 മാർക്ക് അല്ലെ. അപ്പൊ ടോട്ടൽ 6 മാർക്ക്. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും, 6 മാർക്ക് ഷുവർ ആണ്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്നതാണ്. ബോർഡ് എക്സാമിലും എന്തായാലും ചോദിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.